ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്സിൽ പച്ചമുളക് എങ്ങനെ കുറേ കാലം സൂക്ഷിക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ പച്ചമുളക് വീട്ടിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് 1 മാസത്തോളമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളക് കഴുകിയിട്ടാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ 2 മണിക്കൂർ മുക്കി വെച്ച് പിന്നെ നല്ലോണം തുടച്ചിട്ട് വേണം സൂക്ഷിച്ച് വയ്ക്കും. നമ്മൾ പച്ചമുളക് ആദ്യം ഒന്ന് പരത്തിയിടാം. വാങ്ങിക്കണ പച്ചമുളക് കഴിയാൻ വല്ല ചീഞ്ഞതാ കേടുള്ളതാ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഒരു പച്ചമുളക് എടുത്തിട്ട് ഇത് ഞെട്ടൊന്ന് പൊട്ടിക്കുക. കേട്ടോ, ഞെട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ഞെട്ട് പൊട്ടിച്ചിട്ടിടാം. അതിങ്ങനെ ഇത് കണ്ട കോച്ച മുളകിൻ്റെ കോച്ചാന്നാ പറയാം. അത് കളഞ്ഞിങ്ങനെ കിട്ടും. മുളകിൻ്റെ കോച്ച് കളഞ്ഞിട്ട് വേണം നമ്മളൊക്കെ എടുത്തു വയ്ക്കാനായിട്ട്. നല്ലത് മാത്രം ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് വാടിയതും പഴക്കിയതൊന്നും നമുക്ക് എടുത്തു വയ്ക്കേണ്ടത്. ഇത്തിരി പഴുതായിട്ട് അതൊന്ന് മാറ്റാം. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഉപയോഗിച്ച് തീർക്കാം. അപ്പോൾ നമ്മളെല്ലാ പച്ചമുളകും ഇതൊരു 250 പച്ചമുളകുണ്ട്. എല്ലാ പച്ചമുളകും നമ്മളിതുപോലെ കോച്ച കളഞ്ഞു അതിലത്തെ കരടും ഇലകളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഇത് അതായത് ചള്ളണത് ആവശ്യമില്ല. ഇതും ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടില്ല, ഇങ്ങനത്തെ മുളകൊന്നും നമ്മളിതിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പാടില്ല. അപ്പോൾ നാശമായി പോകും. എല്ലാ മുളകും മൊത്തം നാശം. അപ്പോൾ 250 ഗ്രാം പച്ചമുളകുന്നത് നമ്മൾ ആദ്യം ഒരു ടിന്നെടുക്കുക. ചില്ല് ബൗളാണ് ഇപ്പോൾ ഞാൻ എടുത്തുള്ളത്. ചില്ല് ബൗളിലും പ്ലാസ്റ്റിക് പാത്രത്തിലും വയ്ക്കുന്നത് ഞാൻ കാണിക്കാം. ചില്ല് ബൗളിൽ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു തുറന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. ഉള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അത് നമ്മൾ ടിഷ്യൂ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടത്തി വയ്ക്കുക. അപ്പോൾ എല്ലാ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വലിച്ച് എടുത്തോളും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച പച്ചമുളക് അങ്ങനെ കുറച്ച് ഇട്ടുക. നമുക്ക് പ്ലാസ്റ്റിക് ബൗളിൽ എങ്ങനെയാണ് മുളക് സൂക്ഷിക്കാൻ നോക്കാം. ഇത് പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കാൻ വെച്ചാൽ എല്ലാവരും ചില്ല് പാത്രത്തിൽ സൂക്ഷിക്കില്ല. അപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ സൂക്ഷിക്കുന്ന വിധം കൂടി കാണിക്കാം. അങ്ങനെ ഒരു നല്ലോണം ഡ്രൈ ആയ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചില്ല് കുപ്പിയിൽ വെച്ച പോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് നേരത്തെ ഞെട്ട് കളഞ്ഞ് മാറ്റി വെച്ച പച്ചമുളക് എല്ലാവർക്കും ഇങ്ങനെ വെച്ചിടാം. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.